കാഞ്ഞിരം പാലമാണ് നമ്മളിപ്പോൾ കണ്ടത്. കാഞ്ഞിരം പാലം കഴിഞ്ഞിട്ട് കാഞ്ഞിരം പാലം ഇല്ലിക്കൽ വന്നിട്ട് നമ്മൾ കാഞ്ഞിരം പാലം കയറി കാഞ്ഞിരം പാലം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് മലരിക്കൽ. ഒരു ബോട്ട് ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ബോട്ട് ട്രിപ്പൊക്കെ ആയിട്ട് ഒന്ന് പോകാനാണ്. മലരിക്കൽ പോകുന്ന വഴിയിലുള്ള പാടമാണ് ഈ കാണുന്നത്. ഞങ്ങളിന്ന് മലരിക്കലാണ്. മലരിക്കൽ ഇവിടെ പാടവും അവിടെ ആമ്പലും ഒക്കെ കാണാനായിട്ട് നമ്മളൊരു ബോട്ട് റെഡിയായിട്ട് നിർത്തിയിട്ടുണ്ട്. നമ്മൾ നടക്കുക. ഞങ്ങൾ പോകാനായിട്ട് പോവാണ്. ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ചേട്ടാ പേരെന്താ? എൻ്റെ പേര് അരുൺ. അരുൺ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടാ നമ്മളിപ്പോൾ ഇവിടെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പഴുക്കാനിലക്കായൽ പിന്നെ മാട്രോലായിട്ട് അതൊക്കെ കാണാം. ഇത് ഈ വഴി പോയാൽ അപ്പോൾ നമ്മൾ ഇതിനകത്താണ് പോകുന്നത്. ഈ ബോട്ടിനകത്താണ്. ബാ ജോസഫേ പോവാം. എന്നാ പോയേക്കാം ബാ. തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആദ്യം എവിടെ പോകും? നമ്മളിതിൻ്റെ കായലിലോട്ടാണ് പോകുന്നത്. പഴുക്കാനലക്കായൽ എന്ന് പറയുന്ന കായലിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ ആണോ ഈ കായൽ കഴിഞ്ഞിട്ട് എവിടെ ഈ മറ്റേ അമ്പലൊക്കെ ഉള്ള? ആമ്പല് പോകുന്ന വഴി ഒന്നുമില്ല. നമ്മളിപ്പോൾ മീനച്ചിലാറിൽ കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല നല്ല രസമാണ്. രാവിലെ ഒരു 8 മണിയായിട്ട് വീടാണോ? ചേട്ടൻ്റെ വീട് ഇത് ചേട്ടൻ്റെ വീട് കേട്ടോ. നമ്മളെ കൊണ്ടുപോകുന്ന അരുൺ ചേട്ടൻ്റെ വീടാണ്. പ്രളയം എല്ലാ വീട്ടിലും ഉണ്ട്. സമയത്ത് പെരക്കാത്ത മുഴുവൻ വലിയ വെള്ളമില്ല. പെരക്കാത്ത ഇത്രയും വെള്ളമാണ്. അറിയാറ്റം വെള്ളം. പിന്നെ വെള്ളം കയറും. എല്ലാ വർഷവും വെള്ളം വന്ന് കയറും. പക്ഷെ പ്രളയം പോലെ അത്രയും കയറത്തില്ല. മറ്റൊരു തക്കം വെള്ളമൊക്കെ ഉള്ളൂ, ചെറുതൊക്കെ ഉണ്ട്. പിന്നെ ആമ്പലിൻ്റെ ഇതില്ലാത്തതുകൊണ്ടേ തീർന്ന അതിന് പാടത്തായിരുന്നു. ഒരു 750 ഏക്കർ ഉണ്ടായിരുന്നു. 850 മൊത്തം പാടം. അപ്പോൾ ഒരു 750 ഏക്കർ ഇത് തന്നെയാണ് ആമ്പല. അതിവിടെ നിന്ന് നോക്കിയാൽ മൊത്തം ചുവന്ന് നിൽക്കും. രാവിലെ 2 വർഷമായിട്ട് ഉണ്ട് ഇതിനകത്താണ് നല്ല ഇത്. ഈ സൈഡ് കാണുന്നത് ബോട്ട്. ഇപ്പോൾ ആ വെള്ളം പോകുന്ന സൈഡെന്ന് പറയുന്നത് തിരുവാർപ്പാണ്. അതിൻ്റെ എതിർ സൈഡ് നാട്ടകമാണ്. ഇപ്പോൾ ഇവിടുന്ന് ഈ കടത്ത് വെള്ളം ഇതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ ഭാഗം കാണുന്നതാണ് മുട്ടമാണ് പാറക്കടവ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ആമ്പലൊക്കെ ഉണ്ട്. ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല പോവാം. വെള്ളം കയറി കഴിയുമ്പോൾ ഈ പാടമാണ് അത്. തിരുവായിക്കരി എന്ന് പറയും. തിരുവായിക്കരി പാടം. ഇവിടെയും കുറച്ച് ആമ്പലൊക്കെ ഉണ്ട്. കുറേയൊക്കെ പോയി. അപ്പുറത്തെ കണ്ടത്തിലൊക്കെ ആയിട്ട് കുറച്ച് ആമ്പലൊക്കെ ഉണ്ടായിരുന്നു.
കട്ടിയെട്ടിയാണ്. ഇവിടെ നിന്നാണ് മറ്റേ സർക്കാരിൻ്റെ ബോട്ടൊക്കെ വരുന്നത് അല്ലേ? ഇവിടെ നിർത്തും. കോട്ടയം ആലപ്പുഴ ബോട്ടൊക്കെ അടുക്കുന്ന ഇവിടാണ്. നമ്മൾ കഴുകാതല കായലിലോട്ട് അടുത്തോണ്ടിരിക്കുക. രാവിലെ ഇറങ്ങിയതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല, നല്ല സുഖമായിട്ടുള്ള യാത്രയാണ്. മാൻറോ ലൈറ്റ് ഇത് വൈകുന്നേരങ്ങളിൽ ഇത് കത്തിക്കും. അപ്പൊ ഈ ഇടയ്ക്ക് ഇത് ചേട്ടൻ പറഞ്ഞത് ഈ ഇടയ്ക്ക് ഇത് ശരിയാക്കി ഇത് കത്തിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ മാൻറോ ലൈറ്റ് കാണാനായിട്ട് ഇറങ്ങുവാണ്. ഇവിടെ നല്ല രസമുള്ള സ്ഥലമായിരുന്നു. വാ ജോസഫേ. മീൻ കിട്ടുന്നുണ്ടോ ഏട്ടാ?